CPIM വിട്ട PK ശശി ഒറ്റപ്പാലം മണ്ഡലത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കും. നേരത്തെ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഷാരിഖ് നവാസ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. ഷാരിഖ്, ഇന്നലെ ഈ PK ശശിയുടെ റോഡ് ഷോയിൽ ഷാരിഖ് തന്നെ ആവർത്തിച്ച് ചോദിക്കുന്നതായിരുന്നു ചിഹ്നം എന്തായിരിക്കുമെന്ന്. അപ്പൊ ചിഹ്നത്തിന്റെ കാര്യത്തിൽ ഇനി കൈ ഉയർത്തി തന്നെ മുന്നോട്ട് പോവുകയാണ് PK ശശി, അല്ലേ? ഗോകുൽ പ്രവിത, തീർച്ചയായും കൈപ്പത്തി ചിഹ്നത്തിൽ PK ശശി, അതായത് CPIM വിട്ട് പുറത്തു വന്ന് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫെഡറേഷൻ രൂപീകരിച്ച് അതിന്റെ ഭാഗമായി UDF-ലെത്തി UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഒറ്റപ്പാലം നിയോജകമണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന PK ശശി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ആയിട്ടില്ല എന്നാണ് UDF ക്യാമ്പിൽ നിന്ന്, അതായത് ഒറ്റപ്പാലം നിയോജകമണ്ഡലത്തിലെ UDF ഭാരവാഹികളിൽ നിന്നും PK ശശിയിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമായിട്ടില്ല. കാരണം കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണമെങ്കിൽ ആ വ്യക്തി കോൺഗ്രസ് അംഗത്വം എടുത്തിരിക്കണം. കോൺഗ്രസ് അംഗത്വമുള്ള ആളുകൾക്ക് മാത്രമാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയുള്ളൂ. DCC പ്രസിഡന്റിന്റെ കത്തുൾപ്പെടെ നോമിനേഷൻ നൽകുമ്പോൾ, അത് നാമനിർദ്ദേശ പത്രിക നൽകുമ്പോൾ DCC പ്രസിഡന്റ് കത്തുൾപ്പെടെ അതോടൊപ്പം അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ അത്തരത്തിൽ കൈപ്പത്തി ചിഹ്നം ലഭിക്കണമെങ്കിൽ കോൺഗ്രസ് അംഗത്വം എടുത്ത ഒരാൾക്ക് മാത്രമേ അത്തരത്തിൽ കൈപ്പത്തി ചിഹ്നം ലഭിക്കുള്ളൂ. അപ്പോൾ വരും ദിവസങ്ങളിൽ, അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ PK ശശി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് അംഗത്വം എടുക്കേണ്ടി വരും. എന്നാൽ ഇവരുടെ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടത് നക്ഷത്ര ചിഹ്നമാണ്, അവരുടെ കൊടിയിലുള്ള നക്ഷത്ര ചിഹ്നമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ലഭിച്ചില്ലെങ്കിൽ മാത്രമായിരിക്കും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുക എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ചിഹ്നം അവർക്ക് അലോട്ട് ചെയ്യുകയാണെങ്കിൽ നക്ഷത്രം ചിഹ്നത്തിൽ തന്നെയായിരിക്കും മത്സരിക്കുക. അത് ലഭിച്ചില്ലെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെയായിരിക്കും PK ശശി ജനവിധി തേടുക എന്നാണ് നമുക്ക് അറിയുന്ന വിവരം. ഇതുപോലെ തന്നെ CPIM-ൽ നിന്ന് പുറത്താക്കിയ 13 വർഷക്കാലം CPIM-ൽ നിന്ന് പുറത്തുപോയ മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയായ A സുരേഷ് ഇതുപോലെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അംഗത്വം എടുത്തിരുന്നു. അദ്ദേഹം അവിടെ ജനവിധി തേടുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെയാണ്. മുൻ മുഖ്യമന്ത്രി VS-ന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിരുന്ന A സുരേഷ് ജനവിധി തേടുന്നത് കൈപ്പത്തി ചിഹ്നത്തിലാണ്. അത്തരത്തിൽ PK ശശിയും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത് ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ വോട്ട് വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. കാരണം മറ്റൊരു ചിഹ്നത്തെക്കാൾ കൈപ്പത്തി ചിഹ്നം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നമാണ്. അപ്പൊ ആ ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ വോട്ട് വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗോകുൽ പ്രവിത. ശരി, ഷാരിഖ് നവാസാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.